കണ്ട് എല്ലാ ഉത്തരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമയെ ചിലപ്പോൾ ആൾക്കാർ അപ്പം തന്നെ മറക്കും. മാത്തച്ഛൻ അതിന് മുന്നേ ഇവരുടെ കാര്യം പറഞ്ഞല്ലോ, ഈ കുരിയച്ഛനാണ് ഇവരുടെ ഭർത്താവിനെ ജയിലിൽ അടച്ചതും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ കുരിയച്ഛൻ എന്തെന്നാണ്, കുരിയച്ഛനെ കൊന്നു, ഇവരെ കൊന്നു. ഇത് അയ്യോ അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ. വിനീത് അറിഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് കഥാപാത്രമായ വിനീതിന്റെ കഥാപാത്രത്തിന്റെ വിനീത് എന്ന് പറഞ്ഞാൽ അത് ഇവര് കൊന്നിട്ടുണ്ടാവും, കുരിയച്ഛനെ ഇവര് കൊന്നിട്ടുണ്ടാവും എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാകാം. വിനീത് അറിഞ്ഞിട്ടുണ്ടാകാം. അതിനായിരിക്കാം ആ പട്ടീനെ കൊണ്ട് അവര് ഇവരെ കൊല്ലിച്ചത്. ഇതെല്ലാം തുമ്പ് തുരുമ്പ് എന്താ ഇവരുടെ കയ്യിലെത്തും. കുരിയച്ഛൻ മരിച്ചു പോയി, ഇവരെ കൊന്നു എന്നറിയുമല്ലോ. അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് വീട്ടിൽ കയറി വന്നതാ. എന്റെ റബ്ബേക്ക് കുരിയച്ഛൻ മരിച്ചു, ഇവര് കൊന്നിട്ടുണ്ടാവും ഈ പട്ടി. പട്ടീനെ കൊണ്ട് ഇവര് കൊല്ലിച്ചിട്ടുണ്ടാവൂന്ന്. ആക്ച്വലി എന്താ പ്രശ്നം? കുര്യൻ മരിച്ചില്ലല്ലോ. ഞാൻ കുര്യൻ മരിച്ചതല്ല ചോദിച്ചത്. വിനീതിനെ എന്തിനാ തട്ടിയെന്നുള്ളതാണ്. വിനീതിനെ പോലീസ് പിടിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് അവന്റെ കുരിയച്ഛൻ വരുന്നത്. അകത്താക്കിയതല്ല, അങ്ങനല്ല. വിനീത് പറഞ്ഞ എപ്പോഴാണ്? വിനീത് വരുന്നത് ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. കുരിയച്ഛൻ എവിടെയാ ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്നെ അകത്താക്കാൻ വേണ്ടി. കുരിയച്ഛനെ അപ്പൊ ഇവരുടെ ഭർത്താവിനെ, ആദ്യത്തെ ഭർത്താവിനെ എന്താണ് ഇവന് കുരിയച്ഛനെ ചതിച്ചതാണ്. അപ്പൊ ഇവരറിയുമ്പോൾ ഇവര് വിഷമിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത് കുരിയച്ഛൻ വരുന്നുണ്ട്. വിനീത് പോയി കണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുരിയച്ഛൻ വരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുരിയച്ഛൻ വരുന്നത്. ശരി, എന്തിന് മാത്തൻ, അതായത് വിനീതിനെ കൊന്നത് എന്തിനെന്നുള്ള ഒരാഴ്ചക്ക് കുരിയച്ഛനെ കൊന്നിട്ടുണ്ടാകും പറയുന്നുണ്ടല്ലോ. ഞാൻ കുരിയച്ഛനെ കൊന്നിട്ടില്ലാന്ന് മറ്റിവര് വരുമ്പോ പറയുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം ഇവര് കൊന്നിട്ടുണ്ട്, കുരിയച്ഛനെ കൊന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് പിന്നെ അപ്പൊ നിങ്ങള് പടം കണ്ടില്ലേ? ഞാൻ പടം കണ്ടു. പിന്നെ യഥാർത്ഥത്തിൽ പടം കൊള്ളാന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ പടം പിടിയിട്ട് എനിക്ക് ശരി. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്ന പൂച്ച ആറിനെ കൊന്ന അച്ചാറ് പൂച്ച ചത്ത്